രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ. കൊടും വെയിലതിൽ തണലുമവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. കൊടും വെയിലതിൽ തണലുമവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 12-ാമത്തെ മാസത്തിൻ്റെ 4-ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതോർത്ത് സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ കർത്താവ് നല്ലവനും വലിയവനുമായി ഞങ്ങളോട് കൂടെ ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ച വഴി നടത്തിയ വിധങ്ങൾക്കായി ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, വീണ്ടും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജീവനും ഭക്തിക്കും തന്ന ഇന്നുവരെയും പോറ്റിപ്പുലർത്തിയ ദൈവം പിന്നെയും ഞങ്ങളെ പോറ്റിപ്പുലർത്താൻ സർവ്വശക്തനാകിയാൽ അബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയമക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തരികയാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ഹിതമാമണ്ണ് ഞങ്ങളെ വഴി നടത്തുമാറാകണം. ഞങ്ങളുടെ ഇഷ്ടമല്ലപ്പോൾ അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറ്റുമാറാകണം. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, വിദ്യാഭ്യാസം മാനിക്കപ്പെടണം, ജയത്തോടെ അവരെ നടത്തണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളെ എല്ലാം ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കളുണ്ട്, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പാ. അവരുടെ തടസ്സങ്ങളും മുടക്കങ്ങളെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ എടുത്തു മാറ്റി തൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്ത് അവരെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിലും സ്വർഗത്തിലെ അപ്പച്ചൻ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജോലിയില്ലാത്ത എല്ലാ മക്കൾക്കും സ്വർഗത്തിലെ അപ്പച്ചൻ ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണം. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യം ചെയ്തെടുത്ത് നല്ല പ്രതിഫലം വാങ്ങി സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണതിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടല്ലോ അപ്പാ, അതിൻ്റെ സമാധാനം ഓരോ മക്കൾക്കും നൽകി സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം മുഖാന്തരമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നപ്പാ, തക്ക തുണയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ പിന്നെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രപ്പാ. ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉള്ളം കരത്തിൽ വഹിച്ചു കൊള്ളണമേ. അസന്ധിയോളം കൂടെയിരിക്കണേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത കുഞ്ഞിനെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ്, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് ഹല്ലേലൂയ സ്വർഗം തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാടും വീടും വിട്ട് വിദേശ രാജ്യത്ത് ജോലിക്കായി പഠനത്തിനായി കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ്. ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ഇപ്പം സമാധാനത്തോടെ കാത്തുകൊള്ളണേ. അപ്പം ശത്രു അവരെ കാണല്, ദുഷ്ടപിശാചി തുടരുതേ. അപ്പം ആപത്തിൽ നിന്ന് അപകടത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കണേ. സമാധാനത്തോടെ ദൈവകൃപയോടെ പഠിച്ച് ആമേൻ നല്ലൊരു സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരുവാൻ തക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനമില്ലല്ലോ. അപ്പോൾ സമാധാനമില്ലാത്ത ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകേണ്ടതിനായി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രപ്പാ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണേ അപ്പാ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ദൈവമായ കർത്താവെ സ്തോത്രം. പുതിയ വർഷത്തിലെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും കൊടുത്ത് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന ഓരോ മക്കൾക്കായും സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാ മക്കളുടെ യാത്രകളിൽ കൂടെയിരിക്കണമേ കർത്താവെ. തിരുസാന്നിധ്യം കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കണമേ കർത്താവെ. സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ സ്തോത്രം. നിൻ്റെ കൃപയാൽ എല്ലാ മക്കളെയും കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഈ സമയം ഹാലലുയ ഹാലലുയ കർത്താവെ, ഹാലലുയ കർത്താവെ. സ്തോത്രം കർത്താവെ. കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എല്ലാ മക്കളുടെയും കടഭാരത്തിൽ നിന്ന് ഓരോ മക്കളെയും വിടുവിക്കണേ അപ്പാ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന അപ്പച്ച, സ്വന്തമായി തലയായിപ്പാൽ ഒരു ഭവനം അവർക്ക് ഒരുക്കണമേ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരോട് മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവെ, അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും പരിപാലിച്ചു കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായവരെ ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കർത്താവ് കാത്തുകൊള്ളണമേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾക്ക് മാനസാന്തരം നൽകണമേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവ്. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിക്കുന്നു. നാഥാ, മനസ്സലിയണം, സമാധാനം കൽപ്പിക്കണം. ദൈവത്തിൻ്റെ കൃപ ഓരോ മക്കളുടെ മേലും ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലലുയ ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കുകളിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ICUയിലും CCUയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവേ. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവരുണ്ട് കർത്താവേ. ആരോരും സഹായമില്ലാതെ ഭാരപ്പെടുത്ത വേദനയാൽ കഴിയുന്നവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പാ, നിൻ്റെ ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ കർത്താവേ. അപ്പം അതിവേദനയാൽ ഭാരപ്പെടുന്നവർ, നീർക്കെട്ടുകളാൽ വേദനകളാൽ ഭാരപ്പെടുന്നവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ മുഴയാൽ ഭാരമുള്ളവർ കർത്താവേ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ കർത്താവ്. ഉറക്കമില്ലാത്ത ജീവിതങ്ങളപ്പാ. ദൈവമായ കർത്താവേ, സ്തോത്രം. അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിക്കുകയാണ്. കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ എൻ്റെ തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നപ്പാ. മനസ്സലിയണം, കരുണ കാണിക്കണമേ എന്നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലുയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി. എൻ്റെ അപ്പാ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ആണിപ്പഴുതുള്ള കരമൊന്ന് വയ്ക്കുമാറാകണം. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൈകാൽക്ക് ചലനമില്ലാതെ വീൽചെയറിലും കിടക്കകളിലും ആയിരിക്കുന്നവരുണ്ടപ്പാ. മനസ്സലിയണമേ അപ്പാ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശരീരമാസകലം പുകച്ചിലിനാൽ ഭാരമുള്ളവരുണ്ടപ്പാ. അലർജി ഉള്ളവരുണ്ടപ്പാ. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. അപ്പോൾ ആസ്മാ രോഗികൾ, തൈറോയിഡുള്ളവരുണ്ടപ്പാ. പൊന്നുകരം വയ്ക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കളുടെ പേരും ആ പൊന്നുകരം വയ്ക്കണം. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണം. എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് ഓരോ മക്കളെയും സഹായിക്കണം, അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം, കൂടെയിരിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവ്. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. അനാഥരെയും വിധവകളെയും കാത്തുകൊള്ളണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.